എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹിന്ദി സിനിമയുടെ ചെറിയൊരു ഒപ്പീനിയൻ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് പല ആൾക്കാർ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മളറിയുന്ന നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊന്നും അത്ര ഈ സിനിമയെ പറ്റി സംസാരിക്കുന്ന സമയത്ത് അത്ര ഒരു കേട്ട് പരിചയമല്ലാത്തൊരു സിനിമയാണ്. അപ്പം ഞാനിന്നലെ അൺഫോർച്ചുനേറ്റ്ലി കാണാൻ കണ്ടൊരു സിനിമയാണ്. ഞാനിങ്ങനെ പൊതുവേ ത്രില്ലർ സിനിമകൾ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പം ഇതിൻ്റെ ഒരു പ്ലോട്ട് കേട്ട സമയത്ത് യൂട്യൂബിൽ ഇതിൻ്റെ ഒരു പ്ലോട്ട് ഞാൻ കേട്ടിരുന്നു, അതിൻ്റെ ഒരു ഹിന്ദി റിവ്യൂ. അത് കേട്ട സമയത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് തോന്നി, അങ്ങനെ കണ്ടു. സിനിമയുടെ പേര് മർദാനി 2 എന്നാണ്. ഇത് 2 ഭാഗങ്ങളായിട്ടാണ് ഇറങ്ങിയത്. മർദാനി 1 ഇറങ്ങിയിട്ടുണ്ട്, അത് 2014 ഇറങ്ങിയത്. മർദാനി 2 ഇറങ്ങിയത് 2019. ഇതിൽ മർദാനി 1 ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് മർദാനി 1 ആയിട്ടൊരു ബന്ധമില്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. രണ്ടും 2 ടൈപ്പ് ഇൻവെസ്റ്റിഗേഷനാണ്. മർദാനി 1 ഞാൻ കണ്ടിട്ടില്ല, അതിലെന്താണ് പറയുന്നതെന്ന് അറിയില്ല. എന്തായാലും ഒരു കണ്ടിന്യൂഷനുള്ള സ്റ്റോറി ഒന്നല്ല, അതുകൊണ്ട് തന്നെ സിനിമൻ്റെ ആസ്വാദനത്തിന് അത് ബാധിക്കുന്നില്ല. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് റാണി മുഖർജി, വിശാൽ ജദ്വ, ജിഷു സെൻഗുപ്ത, ശ്രുതി ബപ്ന, വിക്രം സിംഗ് ചൗഹാൻ, രാജേഷ് ശർമ്മ, പ്രസന്ന ഖഡ്കർ, വൃത്തി വഹാനി, അനുരാഗ് ശർമ്മ, അങ്ങനെ കുറച്ച് പേരാണ്. ഇതിൽ ഈ റാണി മുഖർജി അല്ലാത്ത മറ്റുള്ള താരങ്ങളൊന്നും ഞാൻ അത്ര ഫെമിലിയർ അല്ല. പ്രത്യേകിച്ച് ഈ വില്ലനായിട്ട് അഭിനയിച്ച ഒരു ചെക്കനൊക്കെ ഉണ്ട്, അവനൊന്നും ഞാനൊക്കെ അത്ര കണ്ടിട്ടില്ല. പക്ഷെ അതിനുശേഷം ഏതെങ്കിലും ഹിന്ദി സിനിമയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അങ്ങനെ അധികം ഹിന്ദി സിനിമകളൊന്നും കാണാറില്ല. ഈ സിനിമൻ്റെ ഒരു ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ വെറും 104 മിനിറ്റ്, അതായത് 1 മണിക്കൂർ 44 മിനിറ്റും മാത്രമേ ഈ സിനിമൻ്റെ ദൈർഘ്യമുള്ളൂ. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു വലിച്ചു നീട്ടലോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് സിനിമ പറഞ്ഞു പോകുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഗംഭീര സിനിമ എന്ന് വെച്ചാൽ നമ്മൾ ഹിന്ദി സിനിമയിൽ പല കത്തി പോലീസ് സ്റ്റോറീസും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സിംഗം, ദബാങ്, ഇങ്ങനെ തുടങ്ങിയിട്ട് വെറും കത്തിക്കഥകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം സിനിമകളെ കണ്ട ആളുകൾക്ക് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഒരു സിനിമ ആസ്വദിക്കുന്ന, സിനിമ സ്നേഹിക്കുന്ന ആൾക്കാർക്ക്, നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് 100% കാണാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ളൊരു സിനിമയാണ് ഈ മർദാനി 2. കാരണം വലിയ ട്വിസ്റ്റോ ടേൺസോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്നിട്ടും നല്ല രീതിയിൽ ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തുടക്കം തന്നെ വില്ലൻ ആരാന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു ട്വിസ്റ്റ് ഒന്നുമില്ല. അതായത് വില്ലൻ്റെ കാര്യത്തിൽ വലിയ ട്വിസ്റ്റ് ഒന്നുമില്ല. പക്ഷേ സിനിമ കൊണ്ടുപോയിരിക്കുന്ന ഒരു സ്പീഡ്, അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. ആ സ്പീഡിൽ അങ്ങനെ കണ്ട് പോകുന്ന സമയത്ത് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി, ഒരു നമുക്ക് ഈ 1 മണിക്കൂർ 1.5 മണിക്കൂറിന് 1.25 മണിക്കൂർ നമ്മൾ പോകുന്നത് തന്നെ അറിയില്ല. നമ്മൾ കണ്ടങ്ങനെ ഇരിക്കും. പ്രത്യേകിച്ച് വില്ലൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ, ചില സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ആ വില്ലൻ 4 കിട്ടണം, അല്ലെങ്കിൽ ആ ഹമുക്കിനെ ആരെങ്കിലും ഒന്ന് പിടിച്ച് ചാമ്പാൻ അല്ലെങ്കിൽ പൊട്ടിക്കാനെന്ന് തോന്നുന്നൊരു ഫീല്, അത്തരം ഒരു ഫീല് വരുന്ന രീതിയിലാണ് വില്ലൻ്റെ അഭിനയം. വില്ലൻ എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര വില്ലൻ. ചില സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്രയും ക്രൂരമായ രീതിയിലുള്ള കൊലപാതകവും കാര്യങ്ങളും, ആ കൊലപാതകത്തിൻ്റെ എക്സിക്യൂഷനും, പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളും, അങ്ങനെ എല്ലാം കൊണ്ടും ഗംഭീര വില്ലൻ എന്ന് പറഞ്ഞാൽ ഗംഭീര വില്ലൻ. അതായത് ഈ സിനിമയിൽ ഏറ്റവും സ്കോർ ചെയ്തിരിക്കുന്നത് വില്ലൻ തന്നെയാണ്. മർദാനി 1 ഞാൻ കണ്ടിട്ടില്ല, ആ സിനിമയിലും വില്ലനാണ് സ്കോർ ചെയ്യുന്നത്. ഞാൻ ഒരു സ്ഥലത്ത് റിവ്യൂ കേട്ട സമയത്ത് കേട്ടിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയാൻ പറ്റും. പക്ഷേ ഈ സിനിമയിൽ വില്ലൻ എന്ന് വെച്ചാൽ ഇവനാണ് വില്ലൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രയും ഗംഭീര വില്ലൻ. പിന്നെ സിനിമൻ്റെ കഥ മൊത്തത്തിൽ ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കഥയും കാര്യങ്ങളൊക്കെ ആണ്. ഒരു വലിയ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ഒന്നുമില്ല. പക്ഷേ ഈ ക്രൈം ചെയ്യുന്നതും അതിൻ്റെ എക്സിക്യൂഷനും, അതിനുശേഷം ഇൻവെസ്റ്റിഗേഷനൊക്കെ നോർമൽ, വലിയ ഭയങ്കരമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തി ആ രീതിയിലൊന്നല്ല. കൂടുതലൊരു കോയിൻസിഡൻസ് കൊണ്ട് പ്രതിയിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇൻവെസ്റ്റിഗേഷൻ നടന്നിരിക്കുന്നത്. പക്ഷേ വില്ലൻ്റെ സൈഡ് പൊളി, ഒരു രക്ഷയില്ലാത്ത വില്ലൻ്റെ ക്രൈമും അതിൻ്റെ എക്സിക്യൂഷനും വില്ലനിസും അത് കണ്ടിരിക്കുക 1.5 മണിക്കൂർ വേർത്ത് വാച്ചിങ്. യാതൊരു വിധത്തിലും ഒരു സംശയവും വേണ്ട, ആർക്കും കണ്ടിരിക്കുക.
പിന്നെ ലാംഗ്വേജ് മനസ്സിലാകാത്ത ആൾക്കാർക്ക് ഇതിൻ്റെ സബ് ടൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. ആമസോൺ പ്രൈമിലാണിത് സ്ട്രീം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തമിഴിലും മറ്റുള്ള ചില ഭാഷകളിൽ മലയാളത്തിലുണ്ടാകാൻ ചാൻസ് ഇല്ല. പക്ഷേ തമിഴിലും തെലുങ്കിലും എന്തായാലും പടം അവൈലബിൾ ആയിരുന്നു. കാരണം ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഹിന്ദിയിൽ തന്നെയാണ് കണ്ടത്. ഈ കണ്ടിട്ടില്ലാത്തവർ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട്, പോലീസ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, നല്ല സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് മർദാനി 2. ഇതിൻ്റെ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂവിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഗോപിപുത്രൻ എന്നാണ്, എഴുതിയിരിക്കുന്നതും ഗോപിപുത്രൻ തന്നെയാണ്, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആദിത്യ ചോപ്ര, സിനിമാറ്റോഗ്രാഫി ജിഷ്ണു ഭട്ടാചാറ്റർജി, എഡിറ്റ് ചെയ്തിരിക്കുന്നത് മോനിഷ വൈദ്വ, പിന്നെ പ്രൊഡക്ഷൻ കമ്പനി യശ്രാജ് ഫിലിംസ് ആണ്. പിന്നെ ഹിന്ദിയിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ബഡ്ജറ്റ് 27 കോടിയാണ് കാണിക്കുന്നത്. ഇതിൽ വിക്കിപീഡിയയിൽ ബോക്സ് ഓഫീസ് കളക്ഷനായി കാണിച്ചിരിക്കുന്നത് 70 കോടിയോളം രൂപയാണ്. അങ്ങനെ നല്ലൊരു സിനിമ. ആ സമയത്ത് ഞാൻ ഈ സിനിമയെ പറ്റി അധികമൊന്നും കേട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അന്ന് കണ്ടിട്ടുമില്ല. പക്ഷേ പിന്നെ പൊതുവേ നമ്മൾ മലയാളികൾക്കുള്ളൊരു ശീലം ഈ ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ, അമീർ ഖാൻ അങ്ങനെ മുൻനിര നായകന്മാരുടെ പടങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് കാണുന്നൊരു പ്രവണതയാണ് പൊതുവേ മലയാളികൾക്കുള്ളത്. അപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് സിനിമേനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേർത്ത് വാച്ചിങ് ആണ്, യാതൊരു സംശയവുമില്ല. പിന്നെ ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് കാണാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.